സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകരിച്ചു. ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷനായ കമ്മിറ്റി നൽകിയ ശുപാർശകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് അംഗീകരിച്ചത്. സ്വകാര്യ സർവകലാശാലകളിൽ സംവരണ തത്വം പാലിക്കണമെന്ന നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് ഉടനടി സർക്കാരിന് കൈമാറും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷനായ വിദഗ്ധ സമിതി സ്വകാര്യ സർവകലാശാലയ്ക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടാണ് ഇന്ന് ചേർന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകരിച്ചത്. കമ്മിറ്റിയുടെ ശുപാർശകളിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാണ് റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകളിൽ സംവരണ തത്വം പാലിക്കണം, വിസിമാരെ നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും കൂടുതൽ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നിവയാണ് ഇന്ന് അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ. സമിതിയുടെ മറ്റ് ശുപാർശകൾ ഇപ്രകാരം: ചാൻസലർക്ക് തുല്യമായ വിസിറ്റർ പദവി ഗവർണർക്ക് നൽകണം, 30 കോടി രൂപയുടെ വർക്കിംഗ് ഫണ്ട് കാണിക്കണം. കൂടാതെ സ്വകാര്യ മാനേജ്മെന്റിന്റെ സംസ്ഥാന സർക്കാരിന്റെ സംയുക്ത ബാങ്ക് അക്കൗണ്ടിൽ 20 കോടി രൂപ സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നവർ സ്ഥിര നിക്ഷേപം നടത്തണം. സെനറ്റിന് പകരം ബോർഡ് ഓഫ് ഗവർണേഴ്സും സിൻഡിക്കേറ്റിന് പകരം എക്സിക്യൂട്ടീവ് കൗൺസിലും രൂപീകരിക്കണം. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അധ്യാപകർക്ക് ഫെലോഷിപ്പും നൽകണം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകരിച്ച റിപ്പോർട്ട് ഉടനടി സർക്കാരിന് കൈമാറും. അതേസമയം സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിനോട് തനിക്ക് വ്യക്തിപരമായ വിയോജിപ്പുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.